ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി അസിസ്റ്റന്റായ സുകുമാരൻ ജോലിക്ക് കയറിയിട്ട് 20 വർഷമായി. ആ 20 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ശവങ്ങൾ സുകുമാരന്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. തൂങ്ങി മരിച്ചവർ, വണ്ടി ഇടിച്ച് തകർന്നവർ, വിഷം ഉള്ളിൽ ചെന്നവർ. മരണത്തിന്റെ തണുപ്പ് സുകുമാരനെ പുത്തരിയായി. അതുകൊണ്ട് തന്നെ രാത്രി ഷിഫ്റ്റുകളിൽ ആ വലിയ മോർച്ചറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ അയാൾക്ക് ഒരിക്കലും ഭയം തോന്നിയിരുന്നില്ല. പക്ഷെ ആ ഒരൊറ്റ രാത്രി സുകുമാരന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. രാത്രി കൃത്യം 12 മണിക്ക് മോർച്ചറിയുടെ വാതിലിൽ മുട്ടുകേട്ടു. സുകുമാരൻ ചെന്ന് വാതിൽ തുറന്നു. 2 പോലീസുകാരും ഒരു ആംബുലൻസ് ഡ്രൈവറും കൂടി ഒരു സ്ട്രെച്ചർ അകത്തേക്ക് തള്ളി. അതിൽ വെളുത്ത തുണി പുതപ്പിച്ച ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് കേസാണ് സുകുമാരേട്ട, ഐഡന്റിറ്റി വ്യക്തമല്ല. തൽക്കാലം ഇതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റണം, പോലീസ് ഓഫീസർ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 4 ഫ്രീസറുകളിൽ ആദ്യത്തെ 3 എണ്ണത്തിലും ബോഡികൾ ഉണ്ടായിരുന്നു. സുകുമാരൻ 4ാമത്തെ ഫ്രീസർ വലിച്ചു തുറന്നു. അതിലെ ഇരുമ്പ് ടേബിളിലേക്ക് അവർ ആ മൃതദേഹം എടുത്തു മാറ്റി. പോലീസുകാർ ഒപ്പുവച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മോർച്ചറിയുടെ ആ വലിയ ഇരുമ്പ് വാതിൽ വീണ്ടും അടഞ്ഞു. സുകുമാരൻ വീണ്ടും ഒറ്റയ്ക്കായി. സുകുമാരൻ തന്റെ കസേരയിലേക്ക് ഇരുന്ന് ഒരു സിഗരറ്റിന് തീ കൊടുത്തു. പുകയോതി വിടുമ്പോഴാണ് അയാൾ ആ കാഴ്ച ശ്രദ്ധിച്ചത്. 4ാം നമ്പർ ഫ്രീസറിലെ ലോക്ക് മെല്ലെ കറങ്ങുന്നു. സുകുമാരൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശരിക്കും ലോക്ക് ആയില്ലായിരിക്കും, അയാൾ സ്വയം പറഞ്ഞു. അയാൾ നടന്നു ചെന്നു ആ ഇരുമ്പ് വാതിൽ ഒന്നുകൂടി അമർത്തി ലോക്ക് ചെയ്തു. പക്ഷെ തിരികെ നടക്കാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. സുകുമാരൻ നെട്ടി തിരിഞ്ഞു നോക്കി. ആ 4ാം നമ്പർ ഫ്രീസർ തനിയെ പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ളിലെ ഇരുമ്പ് ടേബിൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിലൊന്നുമായിരുന്നില്ല സുകുമാരന്റെ കണ്ണുടക്കിയത്. ആ മൃതദേഹത്തിന് മേൽ പുതച്ചിരുന്ന വെള്ളത്തുണി അത് തറയിലേക്ക് വീണ് കിടക്കുകയാണ്. ആ ടേബിളിൽ കിടന്നത് 20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടും അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ അത് പാതി തുറന്ന അവസ്ഥയിലായിരുന്നു. ആ കണ്ണുകളിലെ കറുത്ത മണികൾ മുകളിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. സുകുമാരൻ ഭയം അടക്കി പിടിച്ചു ആ തുണിയെടുത്ത് വീണ്ടും അവളുടെ മുഖത്തേക്ക് പുതപ്പിച്ചു. ഫ്രീസർ അമർത്തി അടച്ചു. ഇത്തവണ അതിന്റെ വലിയ പൂട്ട് കൂടി ഇട്ടു. അയാൾ വേഗം വന്ന് തന്റെ മേശപ്പുറത്തിരുന്ന് വെള്ളമെടുത്ത് കുടിച്ചു. നെറ്റിയിലെ വിയർപ്പ് തുടർന്നു. പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ നേരത്തെ വിതുമ്പൽ ശബ്ദം കേട്ടത്. അയാൾ ചുറ്റും നോക്കി. എവിടെ നിന്നാണ് ആ ശബ്ദം? പെട്ടെന്നാണ് സുകുമാരൻ ആ സത്യം ഓർത്തത്. മോർച്ചറിയിലെ AC പ്രവർത്തിക്കുന്നത് കൊണ്ട് നല്ല തണുപ്പാണ്. ശ്വാസം വിടുമ്പോൾ വായിൽ നിന്ന് പുക വരണം. സുകുമാരൻ ഒന്ന് ശ്വാസം വിട്ടു. പുക വന്നു. പക്ഷെ അയാൾക്ക് തൊട്ടു പുറകിൽ നിന്ന് ആരോ ശ്വാസം വിടുന്നുണ്ട്. ആ തണുത്ത വായു സുകുമാരന്റെ കഴുത്തിൽ വന്നെടുത്തു. പെട്ടെന്ന് മോർച്ചറിയിലെ വെളിച്ചം പൂർണ്ണമായാണ്. ഇൻവെർട്ടറിന്റെ ചെറിയൊരു ചുവന്ന വെളിച്ചം മാത്രം ബാക്കിയായി. ആ ചുവന്ന വെളിച്ചത്തിൽ സുകുമാരൻ ആ കാഴ്ച കണ്ടു. 4ാം നമ്പർ ഫ്രീസറിന്റെ ആ കട്ടിയുള്ള ഇരുമ്പ് വാതിൽ ആരോ അകത്തു നിന്ന് ചവിട്ടി പൊളിച്ചതുപോലെ തകർന്ന് തറയിൽ കിടക്കുന്നു. അതിലെ ഇരുമ്പ് ടേബിൾ ശൂന്യമാണ്. ആ മൃതദേഹം അവിടെ ഇല്ല. സുകുമാരന് ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. ഭയം അയാളെ തളർത്തി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് അയാളുടെ തോളിൽ ഒരു തണുത്ത കൈവന്ന് മുട്ടി. ഐസ് കട്ടയേക്കാൾ തണുപ്പുള്ള വിരലുകൾ. അയാൾ തിരിഞ്ഞു നോക്കി. ആ ചുവന്ന വെളിച്ചത്തിൽ തൊട്ടു മുന്നിൽ ആ പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ പാതി തുറന്ന കണ്ണുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ തന്റെ തണുത്തുറഞ്ഞ ചുണ്ടുകൾ മെല്ലെ ചലിപ്പിച്ചു. വളരെ ദയനീയമായി അവൾ ചോദിച്ചു, എനിക്ക് നല്ല തണുക്കുന്നു, എന്നെയൊന്ന് പൊതിയാമോ? പിറ്റേന്ന് രാവിലെ വന്ന ജീവനക്കാർ മോർച്ചറിയുടെ തറയിൽ ബോധമില്ലാതെ കിടക്കുന്നു. സുകുമാരനെയാണ് കണ്ടത്. 4ാം നമ്പർ ഫ്രീസറിൽ ആ മൃതദേഹം പഴയതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു. സുകുമാരന് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ അന്നത്തെ രാത്രിക്ക് ശേഷം അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു. ഇന്നും മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ ആ 4ാം നമ്പർ ഫ്രീസറിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം തന്റെ കാതുകളിൽ മുഴങ്ങുന്നതായി സുകുമാരന് തോന്നാറുണ്ട്.